ഹായ് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് മക്കളായിട്ടൊരു കാവിലെ ഉത്സവത്തിന് പോയിട്ടോ. അവർക്ക് കാണാവുന്ന, അവർക്ക് അവരുടെ മനസ്സിൽ തങ്ങാവുന്ന കുഞ്ഞിക്കാലത്ത് കുറച്ച് അനുഭവങ്ങളായിരിക്കുമല്ലോ അത് കരുതി മാത്രമാണ് പോയത് കേട്ടോ. അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആന കാണണമെന്ന് ഇവന് ഭയങ്കര ആഗ്രഹമായിരുന്നു റിച്ചുവിന്. പക്ഷെ ആന കാണാൻ പറ്റിയില്ല. ആനയെ അപ്പോഴേക്ക് വേറെ എന്തോ ചടങ്ങുണ്ടായിട്ട് അവർക്ക് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ടാവില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോയി ആനനെ. പിന്നെ കുട്ടികളെങ്ങനെ കളിപ്പാട്ടങ്ങളും കടകളിലൊക്കെ ഇങ്ങനെ കൊണ്ടുനടന്നു. അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു, ഇടയ്ക്കൊരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹം, മതസൗഹാർദ്ദം, ബന്ധങ്ങൾ ഒക്കെ നിലനിർത്തുന്ന ഒന്നാണ് ഉത്സവങ്ങൾ കേട്ടോ. എല്ലാ മതക്കാരുടെ ഉത്സവങ്ങളും പരസ്പര സാഹോദര്യ, സ്നേഹം, വിട്ടുവീഴ്ചകളൊക്കെ നിലനിർത്തുന്നതാണ്. ഇതിൽ പോവുക, നമ്മളെ മക്കളെ അത് കാണിച്ചു കൊടുക്കുക, മനുഷ്യരും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനൊക്കെ അവർക്കറിയുക. അതും ഒരു അനുഭവവും പാഠം തന്നെയാണ്. പാഠപുസ്തകങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അവരനുഭവങ്ങളിലൂടെ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് അവർക്കൊരു കുറേ കാലം കഴിയുന്ന സമയത്ത്, അവർ കുറേ വലുതാവുന്ന സമയത്ത്, ഞാനൊരു കുട്ടിക്കാലത്തൊരു ഉത്സവപ്പറമ്പ് പോയത്, അവിടെ നിന്ന് കളിപ്പാട്ടങ്ങൾ വാങ്ങിയതും മിഠായി കഴിച്ചതും അവിടെ കണ്ട കാഴ്ചകളൊക്കെ അവർക്ക് ഒരു വലിയൊരു അനുഭവമായിട്ട് മാറും. പിന്നെ വരുന്ന വഴിയിൽ ഒരുപാട് കളിപ്പാട്ടം വിൽക്കുന്നതും മിഠായികളും മധുര പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ കുറച്ച് മധുരം വാങ്ങി. പിന്നെ ഇവിടെ കുറച്ച് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറേ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണത്, എന്താ ചെയ്യണത്, ഇവനെ ഓരോന്ന് സംശയം ചോദിച്ചാൽ അവരോട് ഇങ്ങനെ ചോദിച്ച് വരികയാണ് കേട്ടോ. പിന്നെ ഈ വിഗ്രഹങ്ങൾ കണ്ടപ്പോൾ ഇതൊക്കെ ആരാണ്, ഇതെന്തിനാണ്, ഇതെന്ത് ദൈവമാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. കുട്ടികൾക്കും അത് ഭയങ്കര മനോഹരമായ യാത്ര ആയിട്ടുണ്ടാവും എന്നുള്ളൊരു ആശ്വാസമുണ്ട് എനിക്ക്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ വണക്കം.